ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിപക്ഷ ഐക്യറാലിക്ക് മറുപടി നൽകാനൊരുങ്ങി ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നയിക്കുന്ന റാലി ഇന്ന് നടക്കും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബംഗാളിൽ നിരവധി റാലികളും യോഗങ്ങളും നടത്താനാണ് പാർട്ടി തീരുമാനം. ബംഗാളിൽ മമതാ ബാനർജി സംഘടിപ്പിച്ച പ്രതിപക്ഷ ഐക്യറാലി കൂറ്റൻ ശക്തിപ്രകടനമായി മാറിയ സാഹചര്യത്തിലാണ് ബി.ജെ.പി. മാരത്തൺ റാലികൾക്ക് തുടക്കമിടുന്നത്. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ റാലികൾക്ക് തുടക്കമിടും. ബംഗാളിലെ 42 ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ദേശീയ നേതാക്കൾ അണിനിരക്കുന്ന യോഗങ്ങൾ സംഘടിപ്പിക്കും. അടുത്തയാഴ്ച പ്രധാനമന്ത്രിയെ ബംഗാളിലെത്തിക്കാനായിരുന്നു തീരുമാനമെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം മതി മോദിയുടെ പര്യടനം എന്ന തീരുമാനത്തിലാണ് പാർട്ടി. ഇന്ന് മാൽഡയിലെ റാലിയിൽ പങ്കെടുക്കുന്ന അമിത്ഷാ നാളെ ബിർഭൂമിലും ജാർഗ്രാമിലും 2 റാലികളെ അഭിസംബോധന ചെയ്യും. 24-ന് കൃഷ്ണനഗറിലും ജയ്നഗറിലും റാലികൾ നയിക്കും. 42 ലോക്സഭാ സീറ്റുകളുള്ള ബംഗാളിൽ 22 എണ്ണത്തിൽ വിജയമുറപ്പിക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. അമിത്ഷായുടെ ഹെലികോപ്റ്റർ മാൽഡയിൽ ഇറക്കുന്നതിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചെന്നാരോപിച്ച് ബി.ജെ.പി. രംഗത്തെത്തിയിരുന്നു. അമിത്ഷായെ ഭയന്നിട്ടാണ് തൃണമൂൽ കോൺഗ്രസ് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അനുമതി നിഷേധിക്കുന്നതെന്ന് ബി.ജെ.പിയുടെ ആരോപണം. അതേസമയം ആരോപണങ്ങൾ തെറ്റാണെന്നും ഗോൾഡൻ പാർക്ക് ഹോട്ടലിന് എതിർവശത്തുള്ള ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് അനുമതി നൽകിയിട്ടുണ്ടെന്നും തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കി. ന്യൂസ് 18 ഡൽഹി.